ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഷ സോണിലേക്ക് സ്വാഗതം. ഇന്നൊരു മസാല കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം, ഇടിയപ്പം, ചോറ്, ചപ്പാത്തി ഇതിലേക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. റെസിപ്പി ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതിലേക്കായിട്ട് നമ്മൾ തലേദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് വെള്ളം, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഒരു മസാലക്കൂട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ജസ്റ്റ് ഒന്ന് ചൂടാക്കി വയ്ക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പൊടികളൊക്കെ ഏകദേശം പച്ചമണം മാറി വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. അത് ഒരുപാട് നേരം ചട്ടിയിൽ വയ്ക്കരുത്, കരിഞ്ഞു പോകും. ഇനി ഒരു പാത്രത്തിലേക്ക് 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കാം, ഒരു സവോള, ഇനി പച്ചമുളക്, കറിവേപ്പില, ഇനി ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പൊടികളൊക്കെയും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മസാലയ്ക്ക് എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. 1-ാം പാൽ മാറ്റി വെച്ചിട്ട് 2-ാം പാലാണ് ഒഴിച്ചിരിക്കുന്നത്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ഉരുളക്കിഴങ്ങ് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം. ഇപ്പോൾ അത് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തിളച്ച് വന്നിട്ട് കുറച്ച് നേരം മൂടി വേവിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് 1-ാം പാൽ ചേർത്തണം. നമ്മുടെ കട്ടിപ്പാൽ, 1 മുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ പാൽ മുഴുവൻ എടുത്തില്ല, ഒരുപാട് കട്ടി വേണ്ടാന്ന് വെച്ചിട്ട്. കട്ടി കൂടുതൽ ആവശ്യമുള്ളവർക്ക് ആ 1-ാം പാൽ മുഴുവൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി നല്ല മണത്തിന് വേണ്ടിയിട്ട് ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കുക. അതിന് ശേഷം ഉള്ളി ജസ്റ്റ് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ആ കളറൊന്ന് മാറുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ കറി കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ മോരും ഇതുപോലെ ഈ കറിയും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ നല്ല കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.